നമസ്കാരം കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ. വണക്കം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അടുത്തിടെ പേട്ട തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അതിനടുത്ത് മേഘ മധുസൂദനൻ എന്ന് പേരുള്ള 25 വയസ്സുകാരിയുടെ ഒരു ആത്മഹത്യ നടന്ന സംഭവം വളരെ ചൂടുള്ളൊരു ചർച്ചാ വിഷയമായിരുന്നു സോഷ്യൽ മീഡിയയിൽ. തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇൻ്റലിജൻസ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിരുന്നു മേഘ. അപ്പോൾ എല്ലാ ദിവസവും പോലെ ജോലി കഴിഞ്ഞു വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയായിരുന്നു സംഭവം നടന്നത്. ഇവര് അവിടെ ഇന്റർവ്യൂ ചെയ്തേച്ച് അവിടെ ഇവനും ആ ജോലി ഇവനെ അവിടെ മലപ്പുറത്ത് നിർത്തി ഇവിടെ തിരുവനന്തപുരത്ത് അങ്ങനെ അതൊക്കെ ഇവനെ സ്നേഹിച്ചു. അവൻ വേറൊരു പെണ്ണിനെ സ്നേഹിച്ചു. അന്നേരം രണ്ടാമത്തെ പെണ്ണായി. അന്നേരം അത് ചൊല്ലി വഴക്കിട്ടാ ഈ പെണ്ണ് മരിച്ചത്. പറഞ്ഞ മനസ്സിലായി. മലപ്പുറംകാരനാണ് ഇവളെ. ഇവര് അവിടെ ഇന്റർവ്യൂ ചെയ്തേച്ച് അവിടെ ഇവനും ആ ജോലി ഇവനെ അവിടെ മലപ്പുറത്ത് നിർത്തി ഇവിടെ തിരുവനന്തപുരത്ത് അങ്ങനെ അതൊക്കെ ഇവനെ സ്നേഹിച്ചു. അവൻ വേറൊരു പെണ്ണിനെ സ്നേഹിച്ചു. അന്നേരം രണ്ടാമത്തെ പെണ്ണായി. അന്നേരം അത് ചൊല്ലി വഴക്കിട്ടാ ഈ പെണ്ണ് മരിച്ചത്. പറഞ്ഞ മനസ്സിലായോ? അതാ പറഞ്ഞത്. മലപ്പുറംകാരനാണ് ഇവളെ സ്നേഹിച്ചത്. ഇപ്പൊ കാര്യം അവള് പറഞ്ഞത് ചെറുക്കനും ഇപ്പൊ വേറൊരു പെണ്ണുമായിട്ട് സ്നേഹമായി. അല്ല, ഇപ്പൊ ഫോൺ ട്രേസ് ചെയ്തോ? ഫോൺ കിട്ടണ്ടായോ? ഇപ്പൊ എങ്ങനെ ബേബി അറിഞ്ഞു? ബേബി അറിഞ്ഞത് ഇപ്പൊ അറിയാവുന്ന ഈ കാര്യങ്ങൾ. ഇവനുമായിട്ട് സ്നേഹമാണ്, അത് അറിയാവുന്നവന് സംസാരിക്കൊക്കെ ചെയ്യും. ഓഫീസിൽ ആപ്പം പറഞ്ഞ് അവനുമായിട്ട് സംസാരിച്ചപ്പോ അവൻ വേറെ ഒരു പെണ്ണുമായിട്ട് സ്നേഹമാണ്. പക്ഷെ അത് ഈ പെണ്ണിനെ അറിയത്തില്ലായിരുന്നു. കന്യാ ഈ പെണ്ണിനോട് അത് പറഞ്ഞു, നീ നിന്നെ വേണ്ട, എനിക്ക് ഈ പെണ്ണിനെ മതിയെന്ന് പറഞ്ഞു. അന്നേരമായി ഇന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള സംഭവങ്ങൾ അടിക്കടി ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് കേൾക്കുന്നുണ്ട്. ഇതുപോലെ പ്രേമത്തിൻ്റെ പിറകെ പോകുന്ന പല പെൺകുട്ടികളും വഞ്ചിതരാകപ്പെടുകയും അത് കഴിഞ്ഞിട്ട് അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോഴേക്കും ആത്മഹത്യയിലോട്ട് സംഭവങ്ങളൊക്കെ നയിക്കപ്പെടുകയും അതുപോലെ തന്നെ ഇവർ ബന്ധത്തിൽപ്പെട്ട് വഞ്ചിതരാകുമ്പോഴേക്കും ഇവരെയൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ധാരാളം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പേടിച്ചിട്ടാണ് പല പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ പഠിക്കണം, ജോലിക്ക് പോകണം, സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുപോലെ മനസ്സിൽ തോന്നുന്ന പ്രേമം എന്ന വികാരത്തെ അതിനെ കൂടി പിടിച്ചു കെട്ടാനുള്ള കഴിവും ഉണ്ടാകണം. കാരണം ആളും തരവും ഒക്കെ മനസ്സിലാകാതെ എടുത്തു ചാടി കണ്ണിൽ കാണുമ്പോഴേക്കും ഒരു ഇഷ്ടം തോന്നുക, ഉടനെ അതുപോലെ പല സ്ഥലങ്ങളിലും ഇഷ്ടം തോന്നി, പിന്നെ ഒരു ലിവിൻ ആയി, ഡേറ്റിങ്ങോ ലിവിനോ ഒക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ കല്യാണം, ചില സമയങ്ങൾ കല്യാണം കഴിയാതെ വേർപിരിയൽ, ഇതൊക്കെ ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ ഇവരുടെ മനസ്സ് വന്നിട്ട് തകരുകയും പിന്നെ ഇവർ ആലോചിക്കുന്നത് ഇതിൻ്റെ ഒക്കെ പരിഹാരം അവസാനം എന്താണ്, ആത്മഹത്യ ചെയ്യുന്നതോടെ എല്ലാം പിന്നെ ഭംഗിയായിട്ട് കലാശിക്കുന്നു എന്നൊക്കെയാണ് ഇവർ പാവം ചിന്തിച്ച് വയ്ക്കുന്നത്. നമ്മൾ ഈ സംഭവത്തിലോട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഈ മേഘ സ്നേഹിച്ചിരുന്ന പയ്യൻ വന്നിട്ട് പുള്ളിക്കാരൻ വേറെ ഒരു പെൺകുട്ടിയുമായിട്ടും സ്നേഹത്തിലായിരുന്നു എന്നും അതുപോലെ തന്നെ മേഘയെ നൈസായിട്ട് ഒഴിവാക്കി വിട്ടതിൻ്റെ പേരിൽ അത് മനസ്സ് തകർന്നിട്ട് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തതാണെന്നൊക്കെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ജോലി ഇവര് അവിടെ ഇന്റർവ്യൂ ചെയ്തേച്ച് അവിടെ ഇവനും ആ ജോലി ഇവനെ അവിടെ മലപ്പുറത്ത് നിർത്തി ഇവിടെ തിരുവനന്തപുരത്ത് അങ്ങനെ അതൊക്കെ ഇവനെ സ്നേഹിച്ചു. അവൻ വേറൊരു പെണ്ണിനെ സ്നേഹിച്ചു. അന്നേരം രണ്ടാമത്തെ പെണ്ണായി. അന്നേരം അത് ചൊല്ലി വഴക്കിട്ടാ ഈ പെണ്ണ് മരിച്ചത്. പറഞ്ഞ മനസ്സിലായോ? അതാ പറഞ്ഞത്. മലപ്പുറംകാരനാണ് ഇവളെ സ്നേഹിച്ചത്. ഇപ്പൊ കാര്യം അവള് പറഞ്ഞത് ചെറുക്കനും ഇപ്പൊ വേറൊരു പെണ്ണുമായിട്ട് സ്നേഹമായി. അല്ല, ഇപ്പൊ ഫോൺ ട്രേസ് ചെയ്തോ? ഫോൺ കിട്ടണ്ടായോ? ഇപ്പൊ എങ്ങനെ ബേബി അറിഞ്ഞു? ബേബി അറിഞ്ഞത് ഇപ്പൊ അറിയാവുന്ന ഈ കാര്യങ്ങൾ. ഇവനുമായിട്ട് സ്നേഹമാണ്, അത് അറിയാവുന്നവന് സംസാരിക്കൊക്കെ ചെയ്യും. ഓഫീസിൽ ആപ്പം പറഞ്ഞ് അവനുമായിട്ട് സംസാരിച്ചപ്പോ അവൻ വേറെ ഒരു പെണ്ണുമായിട്ട് സ്നേഹമാണ്. പക്ഷെ അത് ഈ പെണ്ണിനെ അറിയത്തില്ലായിരുന്നു. കന്യാ ഈ പെണ്ണിനോട് അത് പറഞ്ഞു, നീ നിന്നെ വേണ്ട, എനിക്ക് ഈ പെണ്ണിനെ മതിയെന്ന് പറഞ്ഞു. അന്നേരമായി പെണ്ണ്. മുമ്പും ഇതുപോലുള്ള പല സംഭവങ്ങളെ കുറിച്ചിട്ടും നമ്മൾ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വന്ന ഒരു പയ്യൻ്റെ കൂടെ മാതാപിതാക്കളെക്കാളും മുകളിൽ ഒരു സ്ഥാനം അവർക്ക് കൊടുക്കുകയും മാതാപിതാക്കളെയും വളർത്തി വിട്ടവരെയും കഷ്ടപ്പെട്ട് വലുതാക്കിയവരെയും ഒക്കെ മറന്നിട്ട് സ്വന്തം സുഖം തേടി ഇവരുടെയൊക്കെ പിന്നാലെ
ഇറങ്ങിപ്പോയി ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ഈ ശ്രമിക്കുന്ന പെൺകുട്ടികളെ കുറിച്ചിട്ട് കൂടുതൽ എന്താണ് പറയേണ്ടത്? കാരണം ഇവർക്കൊക്കെ പഠിപ്പൊക്കെ ഉണ്ടെങ്കിലും ഒരു വിവേക ബുദ്ധിയോ വന്നിട്ട് ഒരു ഡിസ്ക്രീഷൻ എന്ന് പറയും, ഒരാളെ കണ്ടാൽ അത് കുറച്ച് കാത്തിരിക്കുകയും എന്താ ഏതാന്നൊക്കെ അന്വേഷിക്കാതെ ഇങ്ങനെ ഇടിപിടിയെന്ന് കണ്ടു, കല്യാണം ഇല്ല, ഒരു റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ പൂർവ്വ ഹിസ്റ്ററി അറിഞ്ഞാൽ പോലും വേറെ ബന്ധത്തിൽ ഉണ്ടായിരുന്നു, ഡിവേഴ്സായ കേസസ് അങ്ങനെയുള്ള. നമ്മൾ അടുത്തിടെ തന്നെ ഇതുപോലെ ഈ സാന്ത്വനം സീരിയൽ അഭിനയിച്ചിരുന്ന സായി ലക്ഷ്മിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ വന്നിട്ട് എന്തുകൊണ്ടോ ഇതുപോലെ ഓരോരോ ബന്ധങ്ങൾ കാണുമ്പോഴേക്കും അവരോട് ഒരു അട്രാക്ഷൻ തോന്നുകയും ഇങ്ങനെ ഒരു ബന്ധത്തിലോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പറഞ്ഞ മേഘയുടെ കാര്യം പറയുമ്പോഴേക്കും വളരെ കഷ്ടമാണ്. പക്ഷേ ഇതിൽ ഈ ഫൗൾ പ്ലേ ഒന്നും ഇല്ല എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നെങ്കിലും പോലീസ് വന്നിട്ട് നല്ല രീതിയിൽ തന്നെ കാര്യമായിട്ടുള്ളൊരു അന്വേഷണമൊക്കെ നടത്തുന്നതായിട്ടാണ് അറിയുന്നത്. അല്ല, ഇത് കേസിന്റെ ഡീറ്റെയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ചോദിക്കാനും പറ്റത്തില്ല, അല്ലെങ്കിൽ കറക്റ്റ് വിവരം കറക്റ്റ് വിവരമല്ലേ അവർ പറയുന്നത്. അതുപോലെ തന്നെ ഈ ചെറുക്കൻ വേറൊരു പെണ്ണിനെ സ്നേഹമുണ്ട്, ഈ പെണ്ണിനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ പറഞ്ഞാൽ ഇവിടെ സ്നേഹിക്കുള്ളൂ, പിന്നെ ഇവിടെ അല്ല വേറൊരുത്തെ സ്നേഹിക്കുന്നു. അന്നേരം അതറിഞ്ഞപ്പോ ഈ പെണ്ണിന് വിഷമമായി. അങ്ങനെ ഈ പെണ്ണ് ട്രെയിനിന്റെ ഈ തലവെച്ച് മരിക്കുന്നത്. ഫോണുമെല്ലാം ചെന്നിൽ കയറി ഇപ്പൊ കേസ് എടുത്തോണ്ടിരിക്കുക. ഐഡിക്കാര് തന്നെ അവനെതിരെ അവനിപ്പോ അകത്താക്കും. അവനെ വെളിയിൽ വിടത്തില്ല. നേരത്തെ ഇവരുടെ ഒരു മാളോട്ടാണ്, അവർ ഭയങ്കര ഇതുള്ള മനുഷ്യർക്കാണ്. അവരിപ്പോ ഡൽഹിയിലോട്ട് സ്ഥലം മാറ്റമാണ്. അന്ന് ഒരു ഒരു തള്ളയുള്ള ഒരു പെണ്ണ് ഇതുപോലെ സ്ഥലം സ്നേഹിച്ചിട്ട് അവനെന്തോ എടുത്തു, പിന്നെ അവൻ പോയി വേറെ എടുത്ത് സ്നേഹിച്ചു. അന്നത്തെ ഈ പെണ്ണ് മരിക്കാൻ പറ്റുമ്പോൾ ഇപ്പൊ ഓഫീസറിൽ പറ്റുമ്പോൾ കാരണം പറ്റും. ഇനി എന്തിനാണ് ഒരു കൊച്ചും പിന്നെ വളരെ എന്റെ കൊച്ചും നീ കൂടെ എന്തിനാണ് സ്നേഹിച്ചത്? എന്റെ ഭർത്താവ് ചോദിച്ചു. അവനെ ഗൾഫിൽ നിന്ന് വരുത്തി ഭർത്താവിനെ ഇവിടെ പെരുമാറ്റം കൊണ്ട് രണ്ടുപേരും ഒന്നിപ്പിച്ച് എല്ലാം താമസിപ്പിച്ച ചൈ ഓഫീസർ ഇവിടുന്നാണ്. പക്ഷെ അവരെങ്ങനെ എത്തിക്കുന്നു. അവനെ അറിയാം, ബേബിയുടെ ഓഫീസിൽ വന്നല്ല ജോയിൻ ചെയ്യുന്നത്. എയർപോർട്ടിലാ ജോലി. ഇവര് മലപ്പുറത്തുമാണ് ജോലി. മലപ്പുറത്താക്കി. രണ്ടുപേരും ഒരു സെക്ഷനാണ്. അവന് മലപ്പുറത്തും അതവൻ മലപ്പുറംകാരനാണ്. ഇവിടെ എയർപോർട്ടിലുമാക്കി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമേ കുട്ടിയുടെ ഫോണൊക്കെ പരിശോധിച്ചപ്പോഴേക്കും അവസാനം സംസാരിച്ചിരിക്കുന്നത് സുഗാതന് കാമുകനോടൊപ്പമാണെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് ഇത് കഴിഞ്ഞിട്ട് ഈ കുട്ടി ഈ ബന്ധത്തിനെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞിട്ട് ഉണ്ടാവും ഉറപ്പായിട്ടും. അതല്ലാതെ എടുത്ത് ചാടി ഇങ്ങനെ ഈ നടന്ന് ജോലി കഴിഞ്ഞിട്ട് വൈകുന്നേരം നടന്നു വരുമ്പോഴേക്ക് ഈ ട്രാക്കിൽ കൂടെ നടക്കാനും ഇങ്ങനെ ഒരു ചിന്ത പോകുവാനും മാത്രം അത്രയ്ക്ക് വന്നിട്ട് ജീവിതത്തിനോട് ആ കുട്ടിക്ക് ഇത്രയും ദൈവം കൊടുത്തിട്ട് പോലും അതൊന്നും പറ്റില്ല. ഈ ചെറുക്കൻ പറ്റിച്ചിട്ട് പോയതാണ് ആ പെൺകുട്ടിയുടെ ജീവിതത്തിലത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ആ പെൺകുട്ടി കരുതുന്നത്. ഇവർ ട്രെയിനിങ്ങിന് ജോധ്പൂരിൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഒരു പയ്യനുമായിട്ട് പരിചയപ്പെട്ട് ആ പയ്യൻ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അവരെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ആ വിധത്തിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് പറഞ്ഞപ്പോൾ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്തോ? അങ്ങനെ വീട്ടുകാരുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവിടെ ഒരു ലാൻഡ് ലൈൻ മാത്രമേ വന്നുള്ളൂ, അത് വിളിച്ചിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ പയ്യൻ ഇതിനുമായിട്ട് ഇപ്പോൾ വീട്ടുകാരെ കോൺടാക്ട് ചെയ്യേണ്ട, അവരുമായിട്ട് ഇപ്പോൾ വേണ്ട എന്ന രീതിയിലാണ് പയ്യൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് വീട്ടുകാരുമായിട്ട് ബന്ധമൊന്നുമില്ല. വിവാഹ കാര്യങ്ങൾ വരും അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പയ്യനെ എവിടെയുള്ള ആളാണ്? അങ്ങനെ മലപ്പുറം ജില്ലയിൽ അഡ്രസ് നമ്മുടെ കയ്യിലുണ്ട്. മലപ്പുറം ജില്ലയിലെ ഒരു ഇതുള്ളതാണ്. അവരുമായിട്ട് വിവാഹം കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് അവർക്ക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ ആഗ്രഹം. അല്ലാതെ പിന്നെ വേറെ നമുക്ക് എതിർപ്പൊന്നുമില്ല. അവരിപ്പോൾ ജോലി കിട്ടിയവർ തമ്മിൽ കല്യാണം കഴിക്കുന്നത് നമുക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഇങ്ങനെ പോയി നടക്കുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. വീട്ടിൽ കൊണ്ടുപോകുന്നതിനോ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ വീട്ടുകാർ വരിക ചെയ്യുക. അല്ലാതെ അത് വേണ്ട, കുറച്ച് കഴിയട്ടെ അവന് പഠിച്ച് വേറെ ജോലിക്ക് പോകണം, അതിന് ശേഷം ആകാമെന്നും പറഞ്ഞാൽ നീട്ടിക്കൊണ്ടു പോകുന്നതിലാണ് നമുക്ക് എതിർപ്പ്. എന്താണ് ഈ ഫോൺ വിളിച്ച് സംസാരിച്ചു കൊണ്ട് പോകുന്നതാണ് പറഞ്ഞത്? അതെ. അത് ഈ സംഭവം വേറെ എന്തെങ്കിലും തരത്തിലുള്ളൊരു ദുരൂഹത നിങ്ങൾ ആരോപിക്കുന്നു? വേറെ അങ്ങനെ ഫോൺ വിളിക്കുക, അവിടെ കൂട്ടുകാരികളെ വിളിച്ച് ആ റൂട്ടിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. വേറെ ആരുമായിട്ട് ഫോൺ വിളിക്കുന്നതായിട്ട് ഈ ഒരു ഫോൺ വിളിയാണ് കൂടുതൽ നമ്മൾ സംശയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും വിചാരമൊക്കെ ഇല്ലാതെ ഇങ്ങനെയൊന്ന് ആത്മഹത്യയൊക്കെ ചെയ്താൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരമായി എന്ന് ആ കുട്ടി മനസ്സിലാക്കി. ഇല്ലാതെ ഇത്രയും പഠിപ്പും വിവരമുള്ളൊക്കെ ഉള്ള ഒരു കുട്ടി ഇങ്ങനെ ട്രാക്കിൽ കൂടെയൊക്കെ നടന്നിട്ട് ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ മാത്രം
ഒരു വിവരമില്ലായ്മ ആ കുട്ടിക്കുണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ആത്മഹത്യ ചെയ്തതുപോലെ തന്നെയാണ് അറിയാനായിട്ട് കഴിയുന്നത്. ആ ലോക്കോ ഡ്രൈവറിൻ്റെ അടുത്തുള്ള വിവരങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഉറപ്പായിട്ടും ഈ ഒരു കാര്യം ആ പെൺകുട്ടി ചെയ്തത് വലിയൊരു അബദ്ധമായി പോയി. കാരണം ഒരു പക്ഷേ ഒരു കുറച്ചു കാലം ജീവിതത്തിൽ കാത്തിരുന്നാൽ ജീവിതം എന്തൊക്കെ നല്ലതാണ് നമ്മൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് പോലും അറിയാനായിട്ട് വെയിറ്റ് ചെയ്യാതെയാണ് ഈ കുട്ടി ജീവിതം അവസാനിപ്പിച്ചത്. കാരണം ജീവിതത്തിൽ എല്ലാവർക്കും ഇതുപോലെ പ്രശ്നങ്ങൾ നടുക്കുണ്ടാകും. ആ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള മനസ്സിൻ്റെ കരുത്ത് ഇല്ലെങ്കിൽ പിന്നെ ഒരു രക്ഷയും ഇല്ല, നമ്മൾക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാനും സാധിക്കില്ല. ഇതൊക്കെ ആ പെൺകുട്ടി അത് അത്രയ്ക്ക് ഒരു വലിയൊരു വിഷയമായിട്ട് എടുക്കാതെ പയ്യനെ വിട്ടിട്ട് പിരിഞ്ഞ് വന്നതിന് ശേഷം കുറച്ചുകൂടെയൊക്കെ സമയം പോകുമ്പോഴേക്കും വേറൊരു നല്ല ബന്ധം കിട്ടുമായിരുന്നു, നല്ലൊരു ജീവിതവും കിട്ടുമായിരുന്നു. പക്ഷേ അതിനൊന്നും ഏതാ സംഭവിക്കുന്നതെന്നുള്ള അത് അറിയാനോ അത് അനുഭവിക്കാനോ ഒന്നും യോഗമില്ലാതെ ആ കുട്ടി ഈ ഭൂമിയിൽ നിന്നും എന്നേക്കും യാത്രയായി. ഇത് വളരെ വേദനാജനകമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഇതുപോലെ ഒന്നും ഒറ്റപ്പെട്ടുള്ള സംഭവമല്ല നടക്കുന്നത്. എത്ര സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നതായിട്ട് അറിയാൻ കഴിയുന്നത്. പക്ഷേ എത്രയൊക്കെ കണ്ടാലും കേട്ടാലും ഇന്നത്തെ തലമുറ അതിൽ നിന്നും ഇതിൻ്റെയൊക്കെ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം തുടരെയാണ് ഇതുപോലുള്ള സംഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കൾ പറഞ്ഞാലും ശരി, ആരൊക്കെ എന്തൊക്കെ അറിയാവുന്നവർ പറഞ്ഞാലും ശരി, അവർക്കൊന്നും അതൊന്നും ഒരു വിഷയമേ അല്ല. അവർക്ക് അവരുടെ ഇഷ്ടം, അവരുടെ സന്തോഷം, അതിനുവേണ്ടി എന്ത് തീരുമാനിക്കുന്നോ ആരോടും കൂടി ആലോചിക്കാറുമില്ല. അതൊക്കെ സ്വന്തം ഇഷ്ടം എടുത്ത് ചാടി ഇതൊക്കെ ചെയ്തു. പക്ഷേ ചിലത് ബന്ധങ്ങൾ സക്സസ്ഫുൾ ആകും, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഒരാൾ എത്രമാത്രം റിസ്ക്കാണ് ലൈഫിൽ എടുക്കുന്നത് എന്നുകൂടെ ഒന്ന് ചിന്തിക്കണം. കാരണം ഈ ഇറങ്ങിപ്പോക്കുകയും ഒളിച്ചോടുകയും ഒക്കെ ഇങ്ങനത്തെ ബന്ധത്തിലൊക്കെ പോവുകയും ചെയ്യുന്ന എല്ലാ റിലേഷൻഷിപ്സും സക്സസ്ഫുൾ ആയി എന്നുള്ള ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ ശരി, ഇതൊക്കെ ഒരു പ്രശ്നമേ അല്ല ഈ ഒരു ബന്ധത്തിലൊക്കെ പോകുന്നത്. പക്ഷേ ഇത് അങ്ങനെയാണോ? അതിൽ എത്ര മാത്രം ബന്ധങ്ങളാണ് പരാജയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞാലോ അറിഞ്ഞില്ലെങ്കിൽ ഈ പ്രേമത്തിന് കണ്ണില്ല, വയസ്സില്ല എന്നൊക്കെ പറയുന്നത് പോലെയുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ചും കണ്ടും ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ മാത്രമേ അങ്ങനെ പോകുന്നവർക്കേ ജീവിക്കാൻ വന്നിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാലമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൂടി വിവേകമോ ബുദ്ധിയോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ എടുത്തു ചാടുകയും കൂടി ചെയ്താൽ പിന്നെ വരാനുള്ളത് അനുഭവിക്കുന്നതേ തരമുള്ളൂ. ഈ ഒരു സംഭവം അടുത്ത സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോഴേക്കും ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കണമെന്ന് തോന്നി. പിന്നെ ഇതിനെക്കുറിച്ചിട്ട് ഇത് കണ്ടവർ ധാരാളം പേരുണ്ടാവും, ഈ സംഭവങ്ങൾ ഫോളോ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് അഭിപ്രായമാണ് തോന്നുന്നത്? ഈ പെൺകുട്ടി ചെയ്തത് ശരിയായിട്ടുള്ള കാര്യമാണോ? ഇങ്ങനെയുള്ള ബന്ധങ്ങളിലൊക്കെ പോകുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മാതാപിതാക്കളെയൊക്കെ വിഷമിപ്പിച്ചിട്ട് എന്ത് നേട്ടമാണ് ഇവർക്കൊക്കെ ജീവിതത്തിൽ കിട്ടുന്നത് എന്നുള്ളത് ഇവർ ചിന്തിക്കാറുണ്ടോ? ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻസിൽ ഷെയർ ചെയ്യുക. ഇതുപോലെ വേറെയൊരു സോഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.